ஒவ்வொரு குறித்தும் സഭയെ കുറിച്ചും ദേശത്തെ കുറിച്ചും ദേവനക്ക് ഒരു തിട്ടമുണ്ട്. ഓരോരുത്തരെ കുറിച്ചും സഭയെ കുറിച്ചും ഈ ദേശത്തെ കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അരുമയാന ദേവജനമേ, പ്രിയ ദൈവജനമേ, ഉന്നെ കുറിച്ച് ദേവനക്ക് ഒരു മേലാന നോക്കമുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന് ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശമുണ്ട്. അതേപോലെ സഭയെ കുറിച്ചും ആണ്ടവർക്കൊരു നോക്കമുണ്ട്. അതുപോലെ സഭയെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. இந்த ദേശത്തെ കുറിച്ചും ദേവനക്ക് ഒരു നോക്കമുണ്ട്. ഈ ദേശത്തെ കുറിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദേശം അഴിഞ്ഞു പോകുന്നത് ദേവസിദ്ധമല്ല. ദേശം നശിച്ചു പോകുന്നത് ദൈവ ഇഷ്ടമല്ല. അതിനാൽதான் വേദവചനത്തിൽ വാസിക്കുന്നു. അതുകൊണ്ടത്രേ ദൈവവചനത്തിൽ വായിക്കുന്നു, ദേശം അഴിയാതെപടിക്ക് തിറപ്പിലെ നിற்கவும் സുവരെ അടയ്ക്കത്തക്കതാക ഒരു മനുതനെ തേടിനേൻ, ഒരുവനെയും കാണാൻ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഇടിവിൽ നിൽക്കുവാൻ ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു, എന്നാൽ ആരെയും കണ്ടെത്തിയില്ല. അനപടിനാൽ ഒരു വചനത്തെ നാം വാസിത്ത് അതെ നാം ധ്യാനിപ്പോമാ. ആകയാൽ ഒരു വാക്യം വായിച്ച് നമുക്കതിനെ ധ്യാനിക്കാം. യെരമ്യാ 29-ാം അധികാരം 11-ാം വചനം. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. நீங்கள் எதிர்பார்த்திருக்கும் முடிவை உங்களுக்கு கொடுக்கும்படிக்கு நான் உங்கள் பேரில் நினைத்திருக்க நினைவுகளை அறிவேன் என்று கர்த்தர் சொல்லுகிறார். அவைகள் தீமைக்கல்ல சமாதானத்துக்கு ஏதுவான நினைவுகளே. நீங்கள் எதிர்பார்க்கும் முடிவை நான் உங்களுக்கு கொடுக்கும்படிக்கு நான் உங்கள் மேல் നിലവ് കൊണ്ടിരിக்கிறேன். നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് ചില നിരൂപണങ്ങൾ നിരൂപിച്ചിരിക്കുന്നു. അവകൾ തീന്മയ്ക്കല്ല സമാധാനത്തുക്ക്. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കും സമാധാനത്തിനുമായുള്ളവ. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. കുറിച്ച് എന്നെ കുറിച്ച് ദേവനക്കൊരു നോക്കമുണ്ട്. നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഏതോ പിറന്ന് വളർന്ന് മരിക്കുന്നതുക്കാക ദേവൻ നമ്മെ ഭൂമിയിൽ പിറക്ക വയ്ക്കവില്ല. ജനിച്ചു വളർന്നു മരിച്ചു ഇങ്ങനെ നമ്മുടെ ജീവിതം അവസാനിക്കുവാനല്ല ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ദിശയില്ലാமல் ദിക്കില്ലാமல் പോകുற മനുഷ്യരല്ല നാം. ദിശാബോധമില്ലാതെ അലഞ്ഞു തിരിയുന്ന മനുഷ്യരല്ല നാം. ദേവനുடைய നോക്കത്തെ വിളങ്ങി அந்த நோக்கத்துக்கு ஒப்பு கொடுத்து அந்த நோக்கம் நமது வாழ்க்கையில் இந்த காலத்தில் நிறைவேற்ற வேண்டியது അഭിഷേകം. ദൈവ ഉദ്ദേശത്തെ മനസ്സിലാക്കി ആ ദൈവ ഉദ്ദേശത്തിന് സമർപ്പിച്ച ഈ നാളുകളിൽ ആ ദൈവത്തിന്റെ ഉദ്ദേശത്തെ നിവർത്തിക്കുക നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയിരിക്കുന്നു. அந்த நோக்கத்தை நிறைவேற்றும்படியாக நேற்றுக்கு நீங்கள் செய்தியில் கேட்டது போல ബഥാന്യ ഊருக்கு യേശു വந்தார். ആ ഉദ്ദേശം നിറവേറ്റുവാനായി ഇന്നലെയും നിങ്ങൾ ശ്രവിച്ചതുപോലെ ബേഥാനിയിലേക്ക് യേശു വന്നു. அந்த நோக்கம் தேவன் என்னுடைய வாழ்க்கையில் நிறைவேற்றுவார் என்று எத்தனை பேருக்கு நம்பிக்கையுண்டு? நம்பிக்கை உள்ளவர்களெல்லாம் கரங்களை உயர்த்தி சத்தமாக ஒரு அல்லேலூயா சொல்லுங்கள். ஹல்லேலூயா. தேவனுக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. நிச்சயமாக அந்த நோக்கம் அவர் உன் வாழ்க்கையில் நிறைவேற்ற போகின்றார். തീർച്ചയായും അവൻ തന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നിവർത്തിക്കുവാൻ പോകുന്നു. മുഖ്യமாக தேவனுடைய நோக்கத்தை நாம் பார்க்கும்போது ദൈവത്തിന്റെ ഉദ്ദേശത്തെ നാം നോക്കുമ്പോൾ അനേക ഉദ്ദേശങ്ങളുണ്ട്. രണ്ടാക നാം പിരിത്ത് പഠിക്കണം. അതിനെ രണ്ടായി വിഭജിച്ച് നമുക്ക് പഠിക്കാം. ശരീരത്തെ കുറിച്ചുള്ള നോക്കം. ഒന്നാമതായി ശരീരത്തെ സംബന്ധിച്ചുള്ളതായ ഉദ്ദേശം. ശരീരത്തെ കുറിച്ച് ദേവനക്കൊരു നോക്കമുണ്ട്. നിന്റെ ശരീരത്തെ കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. മൂന്നാമത് ആവിക്കുറിയ നിലമയെ കുറിച്ചൊരു നോക്കം. മൂന്നാമതായി നിന്റെ ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ളതായ ഒരു ഉദ്ദേശം. ഇല്ലാവിട്ടാൽ ഉന്നുടെ ഉള്ളാന മനുഷ്യനെ കുറിച്ചുള്ള നോക്കം. നിന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചുള്ളതായ ഒരു ഉദ്ദേശം. ഉന്നുடைய ശരീരത്തെ കുറിച്ചുള്ള നോക്കം എന്ന നിന്റെ ശരീരത്തെ സംബന്ധിക്കുന്ന ആ ഉദ്ദേശം എന്ത്? അത് ഞാൻ ചൊല്ലുമ്പോൾ ഒരുവേള നിങ്ങൾ എന്നോട് ഒത്തുപോക മാറ്റീர்கள். ഞാനത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നോട് യോജിക്കുവാൻ കഴിയാതെ പോയേക്കും. കാരണം സന്ദേഹത്തിൻ ആവി ഉനക്കുൾ ക്രിയ ചെയ്യക്കൂടും. എന്തുകൊണ്ടെന്നാൽ സംശയത്തിന്റെ ആത്മാവ് ഒരുപക്ഷെ നിന്നിൽ പ്രവർത്തിച്ചേക്കാം. ദേവനുடைய വാർത്ത ഉണ്മയാനത്. ദൈവത്തിന്റെ വചനം സത്യമാണ്. വാനവും ഭൂമിയും മാറ്റപ്പെട്ടാലും ദേവനുடைய വാർത്തയ്ക്ക് മാറ്റമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവവചനത്തിന് യാതൊരു വ്യതിയാനവുമില്ല. ശരീരത്തെ കുറിച്ചുള്ള ദേവൻ നോക്കം എന്ന്, നിന്റെ ശരീരത്തെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം എന്ന്, നീ ശരീരത്തിൻപടി ദേവസിത്തം ചെയ്യ വേണ്ടും. നീ നിന്റെ ശരീരം കൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യണം. ആനപടിനാൽ ഉൻ ശരീരത്തിൽ വ്യാധി വരക്കൂടാ. അതുകൊണ്ട് നിന്റെ ശരീരത്തിൽ രോഗം വരുവാൻ പാടില്ല.
നീ വ്യാധിയില്ലാமல் ജീവിக்க வேண்டும். നീ രോഗമില്ലാത്തവനായി ജീവിക്കണം. ஆமென். எத்தனை பேர் என்னோடு சேர்ந்து சொல்ல போகிறீர்கள்? അതേ എന്ന് എത്ര പേർ എന്നോട് ചേർന്ന് ஹல்லேலூயா പറയുന്നു? சொல்லுங்கள். ഹല്ലേലൂയ. பலருடைய கைகள் உயரவில்லை. അനേകരുടെ കരങ്ങൾ ഉയർന്നില്ല. ஐயோ, வியாதி வராதா? രോഗം വരികയില്ലേ? எத்தனையோ பேருக்கு இப்போது வியாதியினால் கஷ்டப்படுகிறார்களே. ഇപ്പോൾ തന്നെ എത്രയോ പേർ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. எத்தனையோ ஊழியர்களும் வியாதியினால் கஷ்டப்படுகிறார்கள். എത്രയോ സുവിശേഷ വേലക്കാർ പോലും രോഗികളായിരിക്കുന്നു. இவர் விஷயம் தெரியாமல் பேசுகிறார். ഇദ്ദേഹം കാര്യമറിയാതെയാണ് இது പറയുന്നത്. தேவ சமூகம் அல்லவா? ഇത് ദൈവസന്നിധിയല്ലേ? விளையாட்டு பேசுகிறதுக்கு இது இடமா? ഇത് കളി പറയുന്ന സ്ഥാനമാണോ? 3 யோவான் 2ஆம் வசனத்தை படித்து பாருங்கள். യോഹന്നാന്റെ 3-ാം ലേഖനം 2-ാം വാക്യം വായിച്ചു നോക്കുക. பிரியமானவனே, உன் ஆத்துமா வாழ்கிறது போல எல்லாவற்றிலேயும் வாழ்ந்து நீ സുഖമായിരിക്ക വേണ്ടും. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ എല്ലാവറ്റിലും ശുഭമായും സുഖമായും ഇരിക്കണം. ഗവനിയുങ്ങൾ, ശ്രദ്ധിപ്പീൻ. സന്ദേഹத்துக்கு ഇടം കൊടാതിരുകൾ. സംശയത്തിന് സ്ഥാനം കൊടുക്കരുത്. അവിശ്വാസ പിശാചോട് എതിർത്ത് നില്ലുങ്ങൾ. അവിശ്വാസത്തിന്റെ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പ്രിയമാനവനെ, പ്രിയനെ, ആണ്ടവർ അழைக்கிறார். കർത്താവ് വിളിക്കുന്നു. എൻ പ്രിയമാനവനെ, എന്റെ പ്രിയനെ, ഉൻ ആത്മാ വാഴുகிறது പോലെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ എല്ലാവറ്റിലെയും വാഴ്ന്ന് സുഖമായിരിക്ക வேண்டும். നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. നീ വ്യാധിയായി இருக்க வேண்டும் என்று சொல்லவில்லை. നീ രോഗിയായിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വേദനയിൽ இருக்க வேண்டும் என்று சொல்லவில்லை. നീ വേദനിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സുഖമായിരിക്ക வேண்டும். നീ സുഖമായിരിക്കണം. എത്ര പേർ 3 യോവാൻ 2ആം വചനത്തെ വിശ്വസിக்கிறீர்கள்? എത്ര പേർ യോഹന്നാൻ 3-2 വായിച്ച് വിശ്വസിച്ചിരിക്കുന്നു? இருந்தால் ബൈബിളെ തുറന്ന് എല്ലാവരും കൂടെ ഒന്ന് വാസിപ്പോമാ? അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ വേദപുസ്തകം തുറന്ന് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. ബൈബിൾ ഒന്ന് തുറന്ന് എല്ലാവരും വേദപുസ്തകം തുറന്ന് നോക്കുക. വാസിക്കக்கூடிയവർ മറ്റും, വായിക്കുവാൻ കഴിവുള്ളവർ മാത്രം. രാത്രി വേളയിൽ പലരാലും വാസിക്ക മുടിയാതെ. ഈ രാത്രി സമയത്ത് അനേകരാൽ വായിക്കുവാൻ സാധ്യമല്ല. വാസിക്കக்கூடிയവർ ശബ്ദമുയർത്തി വിശ്വാസത്തിൽ വാസിയുங்கள். വായിക്കുവാൻ കഴിവുള്ളവർ ശബ്ദമുയർത്തി വിശ്വാസത്തോടുകൂടെ വായിക്കും. ഉന്നെ കുറിച്ചുള്ള ദേവനുடைய നോക്കത്തെ പാരുങ്ങൾ. നിന്നെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തെ കാണുക. ഉന്മേൽ ദേവൻ വൈത്തിരിക്കുന്ന തിട്ടത്തെ പാരുങ്ങൾ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ കാണുക. നീ വ്യാധിയില്ലാமல் இந்த பொல்லாத உலகத்தில் ஜீவிக்க வேண்டும். നീ ഈ ദുഷ്ടലോകത്തിൽ രോഗരഹിതനായി ജീവിക്കണം. அப்படிப்பட்ட ஒரு ஜீவியம் உண்டு. അങ്ങനെയുള്ളതായ ഒരു ജീവിതം ഉണ്ട്. அந்த വചനം சொல்லுகிறது. അതത്രേ ഈ വചനം പറയുന്നു. എല്ലാവരും ശബ്ദമുയർത്തി കൊണ്ട് വാസിപ്പോമാ. നമുക്ക് എല്ലാവർക്കും ശബ്ദമുയർത്തി വായിക്കാം. 1 2 3. പ്രിയമാനവനെ, നിന്റെ ആത്മാവ് എല്ലാവരിലും வாழ்ந்து സുഖമായും സുഖമായും. പ്രിയമാനവനെ, ഉൻ ആത്മാ വാഴുகிறது പോലെ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ എല്ലാവറ്റിലെയും, നീ സകലത്തിലും വാഴ്ന്ന് സുഖമായിരിക്ക வேண்டும். ശുഭമായും സുഖമായും ഇരിക്കണം. അതാണ് ശരീരത്തിൻപടിയുള്ള ദേവനുடைய നോക്കം. അതത്രേ ശരീരത്തെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം. നീ സുഖമാനാത്താൻ ദേവസിത്തം ചെയ്യ മുടിയും. നീ സുഖമായിരിക്കുമ്പോൾ മാത്രമേ ദൈവ ഇഷ്ടം ചെയ്യുവാൻ സാധ്യമാകൂ. ശരീരത്തിൽ സുഖം ഇരുന്നാത്താൻ ദേവസിത്തം ചെയ്യ മുടിയും. നിന്റെ കൈകൾക്ക് സൗഖ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവ ഇഷ്ടം ചെയ്യുവാനാകൂ. ശരീരത്തിൽ സുഖമിരാവിട്ടാൽ, നിന്റെ ശരീരത്തിൽ സൗഖ്യമില്ല എങ്കിൽ, പടുത്ത പടുക്കയിൽ കാണപ്പെട്ടാൽ, നീ രോഗശൈലിയിൽ കാണപ്പെട്ടാൽ നീ ദേവസിത്തം ചെയ്യ മുടിയും. നീ എങ്ങനെ ദൈവ ഇഷ്ടം ചെയ്യും? ദേവസിത്തം ചെയ്യാവിട്ടാൽ ദേവരാജ്യത്തിൽ പ്രവേശിക്ക മാട്ടേൻ എന്ന് മെയ്യാകവേ ഞാൻ ഉനക്ക് சொல்லுகிறேன். ദൈവ ഇഷ്ടം ചെയ്യുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഇതൊരു നോക്കം, ഇത് ഒരു ഉദ്ദേശം. ഇനി അടുത്ത നോക്കത്തെ പാർപ്പോ. അടുത്ത ഉദ്ദേശത്തെ കാണാം. ആത്മാവെ കുറിച്ചുള്ള നോക്കം. നിന്റെ ആത്മാവിനെ കുറിച്ചുള്ള ഉദ്ദേശം. ശരീരത്തെ വിട്ട് നീ പിരിഞ്ഞു പോകുമ്പോൾ, നീ ശരീരം വിട്ടു വേർപെടുമ്പോൾ നിത്യരാജ്യത്തിൽ മഹിമയും ദേവനോട് കൂടെ നീ ചേരപ്പോகிறாய். നിത്യരാജ്യത്തിൽ മഹത്വ ദൈവത്തോടുകൂടെ നീ ചേരുവാൻ പോകുന്നു. അങ്ങ് പോയി നീ എന്നെ ചെയ്യ വേണ്ടു? നീ അവിടെ ചെന്ന് എന്ത് ചെയ്യണം? ചിലർ சொல்றாங்க തൂങ്ങ പോറേനെ. ചിലർ പറയുകയാണ് ഞാൻ അവിടെ ചെന്ന് ഉറങ്ങാൻ പോകുക. ശരിயான തൂക്കമില്ലേ? ഇപ്പോൾ എനിക്ക് ശരിയായി ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയിൽ ഉറക്കമില്ല, പകലും തൂക്കമില്ല, പകലും ഉറക്കമില്ല. പറവയില്ലേ? സാരമില്ല, പരലോകത്തിൽ പോയി തൂങ്ങലാം. സ്വർഗത്തിൽ പോയി ഉറങ്ങാമല്ലോ. രാക്കാലമില്ലാത്ത ഇടം, അതെ, രാത്രിയില്ലാത്ത രാജ്യം, തൂക്കമില്ലാത്ത ഇടം, ഉറക്കമില്ലാത്ത
ഇല്ലാത്ത நீ രാജ്യം. எங்க போய் தூங்க போகிறாய்? നീ അവിടെ എവിടെ പോയി ഉറങ്ങുവാൻ പോകുന്നു? அங்க தூங்க முடியாது. അവിടെ ഉറങ്ങുവാൻ സാധ്യമല്ല. நம்ம தேவன் தூங்குறதும் இல்ல, மயங்குறதும் இல்ல. നമ്മുടെ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നുമില്ല. அப்படி நீ போய் தூங்க முடியுமா? അപ്പോൾ നിനക്ക് ചെന്ന് ഉറങ്ങുവാൻ அந்த സാധിക്കുമോ? நோக்கத்தை மாற்றி விடுங்க. ആ ഉദ്ദേശത്തെ മാറ്റിക്കളയുക. ലോകത്തിൽ சென்று സ്വർഗ രാജ്യത്തിൽ ചെന്ന് நாம் என்ன செய்ய போகிறோம்? നാം എന്ത് ചെയ്യുവാൻ പോകുന്നു? இயேசு கிறிஸ்துவே சொன்னார். യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 13-ാം അധികാരം 43-ാം വചനത്തെ പഠിക്കുമ്പോൾ മത്തായി 13:43 വായിച്ചാൽ அப்பொழுது நீதிமான்கள் பிதாவின் ராஜ்யத்தில் சூரியனை போல பிரகாசிப்பார்கள். അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. காதுள்ளவன் கேட்க கடவன். ചെവിയുള്ളവൻ കേൾക്കട്ടെ. இயேசு சொல்லுகிறது பாருங்கள். യേശു പറയുന്നത് ശ്രദ്ധിക്കുവിൻ. பரிசுத்தமாக்கப்பட்ட பரிசுத்தவான்கள், വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാർ, தேவசித்தம் செய்து தேவசித்தமான எல்லாவற்றிலேயும் பூர்ணமாக்கப்பட்டவர்கள், ദൈവ ഇഷ്ടം ചെയ്ത് ദൈവഹിതമാകുന്ന സകലത്തിലും സമ്പൂർണ്ണത പ്രാപിച്ചവർ, தேவன் மேல் நம்பிக்கையை வைத்து தேவனுடைய வழிகளில் நடந்த தேவ மனுஷர், ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവ വഴികളിൽ നടന്ന ദൈവപുരുഷന്മാർ, பின்மாற்றத்துக்கோ அவிசுவாசத்துக்கோ பொல்லாத ஆவிகளுக்கோ இடம் கொடாமல் தேவன் மேல் விசுவாசம் வைத்து ஜீவித்த விசுவாச வீரர்கள், പിന്മാറ്റത്തിനോ അവിശ്വാസത്തിനോ ദുരാത്മാവിനോ ഇടം കൊടുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച വിശുദ്ധന്മാർ, அப்பொழுது நீதிமான்கள் பிதாவின் ராஜ்யத்தில் സൂര്യനെ പോലെ പ്രകാശിപ്പാர்கள். അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ഞാനും நீங்களும் அங்க பிரகாசிக்க போகிறோம். ഞാനും നിങ്ങളും അവിടെ പ്രകാശം നൽകുവാൻ പോകുന്നു. பிரகாசம் என்று சொன்னால் ஆளுகை என்று அர்த்தம். പ്രകാശം എന്ന് പറയുമ്പോൾ അധികാരം, വാഴ്ച എന്നർത്ഥം. பிரகாசம் ஆளுகை என்று சொல்ல முடியும்? എങ്ങനെ പ്രകാശത്തെ ഭരണമെന്ന് പറയാം? നമ്മുടെ ട്രാഫിക് ലൈറ്റ് പാരുங்கள். നമ്മുടെ ട്രാഫിക് ലൈറ്റിനെ ശ്രദ്ധിക്കുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. അവസരமாக நான் போக வேண்டும். നാം വളരെ ധൃതിയായി പോകണം. അവസരமாக പോകുகிறேன். വളരെ ധൃതി പിടിച്ചു പോകുന്നു. ലൈറ്റ് വന്നപ്പോൾ റെഡ് വന്നത്. പെട്ടെന്ന് ആ സിഗ്നലിൽ റെഡ് ലൈറ്റ് കത്തി. എന്റെ അവസരം നിന്നു പോച്ചു. എന്റെ ധൃതിയെല്ലാം അവിടെ വണ്ടി നിപ്പാട്ടി താൻ ആകും. എന്റെ വണ്ടിയെ നിർത്തിയേ മതിയാകും. പ്രകാശം ആളുക ചെയ്തത്. ആ പ്രകാശം വാഴുന്നു. നില്ലങ്ങ്. നീ അവിടെ നിൽക്ക. ഞാൻ എവ്വളോ അവസരപ്പെട്ടാൽ അങ്ങ് നിன்று താൻ ആകും. എത്ര ദൂരം പിടിച്ചാൽ അവിടെ നിന്നേ മതിയാകും. அந்த லைட் ஆளுக செய்கிறது. ആ പ്രകാശം അവിടെ ഭരണം ചെയ്യുന്നു. ഇതുപോലെ ഞാനും നീങ്ങളും പരലോകത്തിൽ ദേവാദി ദേവനോട് കൂടെ നിത്യം നിത്യமாக மெல்கிசதேக்கின் ஊழியத்தின்படி ஊழியம் செய்ய போகிறோம், ஆளுக செய்ய போகின்றோம். ഇതുപോലെ ഞാനും നിങ്ങളും നിത്യാപിതാവിനോടുകൂടെ നിത്യമായി വാഴുവാൻ പോകുന്നു. മെൽകിസദേക്കിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്യുവാനും പോകുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அப்படிப்பட்டதான ഒരു ആളുക നമുക്കുണ്ട്. അങ്ങനെയുള്ളതായ ഒരു വാഴ്ച നമുക്കുണ്ട്. അടുത്തതായി നമ്മുടെ ശരീരവും സുഖത്തിൽ കാണപ്പെട വേണം. നമ്മുടെ ശരീരവും സുഖമായി കാണപ്പെടണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. இந்த விஷயத்தை നാം ചിന്തിப்போம். ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. இந்த மேலான நோக்கத்துக்கு விரோதமாக, ഈ ശ്രേഷ്ഠമായ ഉദ്ദേശത്തിന് വിരുദ്ധമായി പിശാചാനവൻ ക്രിയ ചെയ്യുகிறான். പിശാച് പ്രവർത്തിക്കുന്നു. அதனால தான் മൂന്ന് വിധமான നോക്കങ്ങളെ കുറിച്ച് നാം വേദത്തിൽ പാർക്കിன்றோം. അതുകൊണ്ടാണ് മൂന്ന് വിധമായ ഉദ്ദേശങ്ങളെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. ഒന്ന് ദൈവ ഉദ്ദേശം, രണ്ടാമത് പിശാചിൻ നോക്കം, രണ്ടാമതായി പിശാചിന്റെ ഉദ്ദേശം, മൂന്നാമത് സ്വയത്തിൻ നോക്കം, മൂന്നാമതായി നമ്മുടെ സ്വാർത്ഥമായ ഉദ്ദേശങ്ങൾ. പിശാചിൻ നോക്കത്തെ പാരുങ്ങൾ. പിശാചിന്റെ ഉദ്ദേശം നോക്കുക. അവന്റെ നോക്കം എന്ന്, അവന്റെ ഉദ്ദേശം എന്ത്? യോവാൻ 10-ാം അധികാരം 10-ാം വചനത്തിൻപടി, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യപ്രകാരം നമ്മെ അഴിക്ക വേണ്ടും, നമ്മെ നശിപ്പിക്കണം, തിരുട വേണ്ടും, നമ്മെ മോഷ്ടിക്കണം, കൊല്ലേണം. അതുക്കെ തിരുടൻ വരികറാൻ. അതിനത്രേ മോഷ്ടാവ് വരുന്നത്. അതുதான் തിരുടൻ എന്നത് പിശാചെ വെളിപ്പെടുത്തുகிறது. ആ കള്ളൻ എന്ന് പറയുന്നത് പിശാചിനെ കാണിക്കുന്നു. പിശാചിനുடைய നോക്കം പാരുങ്ങൾ. പിശാചിന്റെ ഉദ്ദേശം നോക്കുക. അവൻ എതുക്കാக ക്രിയ ചെയ്യുகிறான்? അവൻ എന്തിനായി പ്രവർത്തിക്കുന്നു? ഒന്നാമത് തിരുടുംപടിയാ, ഒന്നാമതായി മോഷ്ടിക്കുക, രണ്ടാമത് ഉന്നെ കൊല്ലുംപടിയാ, രണ്ടാമതായി നിന്നെ കൊല്ലുവാൻ, മൂന്നാമത് ഉന്നെ അഴിക്കുംപടിയാ, മൂന്നാമതായി നിന്നെ നശിപ്പിക്കുവാൻ. ഇതുക്കാக തിരുടൻ വരുகின்றான். ഇതിനായിട്ടത്രേ കള്ളൻ വരുന്നത്. ஆனால் പരിപൂർണ്ണ ജീവൻ തരുംപടിயாக ഞാൻ വന്നേൻ എന്ന് യേശു சொன்னார். എന്നാൽ നിറവായ സമൃദ്ധിയായ ജീവൻ തരുവാൻ ഞാൻ വന്നു എന്ന് യേശു പറഞ്ഞു. அதனால தான் இன்றைக்கு பிசாசானவன் வல்லமையாக கிரியை செய்து, അതുകൊണ്ടത്രേ ഇന്ന് പിശാച് ശക്തിയോടെ പ്രവർത്തിച്ച് ஒவ்வொருடைய சரீரத்தில் அவன் கிரியை செய்கிறான். ഓരോരുത്തരുടെയും ശരീരത്തിൽ അവൻ പ്രവർത്തിക്കുന്നു. കുടുംബങ്ങളിൽ ക്രിയ ചെയ്യുகிறாൻ. കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്നു. ദേശത്തിൽ
கிரியை செய்கிறார், ദേശത്തിൽ പ്രവർത്തിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. വെല്ലൂർ വിശ്വാസ വീട്ടിൽ, വലിയൊരു വിശ്വാസ ഭവനത്തിൽ ഒരു വിശ്വാസിക്ക് നെഞ്ചുവലി, ഒരു വിശ്വാസിക്ക് നെഞ്ചുവേദന. ചില വർഷങ്ങളാകെ നെഞ്ചുവലിയാൽ അവർ കഷ്ടപ്പെട്ടാர்கள். ചില വർഷങ്ങളായി താൻ നെഞ്ചുവേദന കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. ഒരു മാസം 1.5 മാസം മികവും കഷ്ടപ്പെടുവാൾ. എന്നാൽ 1-1.5 മാസം വളരെയധികം കഷ്ടപ്പെട്ടു. ജപിത്ത് ദേവൻ സുഖത്തെ തരുവാ. പ്രാർത്ഥിച്ച് ദൈവം ഒരു 3 മാസം നല്ലായിരിക്കും, മറുപടിയും നെഞ്ചുവലി. ഒരു 3 മാസം സുഖത്തോടെ കാണപ്പെടും, വീണ്ടും വേദന വരും. കുറിക്കപ്പെട്ട ഒരു നാളിൽ നെഞ്ചുവലിയാൽ മികവും അവസ്ഥപ്പെട്ട വെല്ലൂർ വിശ്വാസ വീട്ടിലെ അവളെ കൊണ്ടുവന്ന ഒരു പ്രത്യേക ദിവസത്തിൽ നെഞ്ചുവേദന അതികഠിനമായപ്പോൾ വെല്ലൂർ വിശ്വാസ ഭവനത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അന്ത നേരത്തിൽ, ആ സമയം അനന്ത സഹോദരി, അരുമയാണ് സഹോദരി, ആ സഹോദരി വളരെ നല്ല സഹോദരി. അന്ത വേളയിൽ, ആ സമയത്ത് അന്ത വഴിയാക നമ്മുടെ അരുമയാണ് പാസ്റ്റർ അരുൾദാസ് വന്ന. ആ സമയത്ത് നമ്മുടെ പ്രിയ പാസ്റ്റർ അരുൾദാസ് ആ വഴിയായി വന്നു. അവരങ്ങ് വന്ന് വിശ്വാസ വീട്ടിൽ വന്ന വേളയിൽ താൻ ആ വിശ്വാസ വീട്ടിൽ വന്നപ്പോൾ മദർ ഇൻചാർജ്, അവിടെയുള്ളതായ മദർ ഇൻചാർജ്, அந்த സിസ്റ്റർക്ക് ரொம்ப സുഖമില്ല, വിശ്വാസി സഹോദരിക്ക് ரொம்ப സുഖമില്ല. ആ വിശ്വാസി സഹോദരി വേദനയാൽ അധികമായി കഷ്ടപ്പെടുന്നു, വളരെയധികം ഭാരപ്പെടുന്നു. ജപം പണ്ണുങ്ങൾ, ഒന്ന് പ്രാർത്ഥിക്കുക. അവർ ജപിക്കുന്നതുക്കാകെ அந்த അറയിൽ പോനാ. താൻ പ്രാർത്ഥനയ്ക്കായി ആ മുറിയിലേക്ക് പ്രവേശിച്ചു. നോക്കുക, അവൾക്ക് വ്യാധി എന്ന്, അവരുടെ രോഗം എന്ത്? നെഞ്ചുവലി. നെഞ്ചുവേദന. നെഞ്ചുവലി വലിയ തന്നെ. എനിക്ക് എത്രയോ പേർക്ക് നെഞ്ചുവലി ഉണ്ട്. നിങ്ങളിൽ എത്രയോ പേർക്ക് നെഞ്ചുവേദന. നിങ്ങളെ ആരെയും ഉണ്ട് പേസുകൃതില്ല. ഞാൻ നിങ്ങളെ ആരെയും ഒന്നും പറയുന്നില്ല. നടന്ന സംഭവത്തെ പാരുങ്ങൾ. നടന്നൊരു സംഭവം നോക്കുക. നെഞ്ചുവലി, തന്റെ നെഞ്ചുവേദന. തുണിയും കൂടെ പോട മുടിയാതെ, വസ്ത്രം പോലും ധരിക്കുവാൻ സാധ്യമല്ല. ആ വസ്ത്രം ഇടുമ്പോൾ വലിയ ഭാരം പോലെയായിരുന്നു. താൻ വളരെ കഷ്ടപ്പെടുന്നു, കരഞ്ഞു വിലപിക്കുന്നു. കിടക്കുവാനോ ഇരിക്കുവാനോ കഴിയാതെ വേദന എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അതുകൊണ്ടാണ് ആ മദർ പാസ്റ്ററെ വിളിപ്പിച്ചത്. പാസ്റ്റർ അകത്തേക്ക് ചെന്നു. താൻ വരം പ്രാപ്തനായ പിശാചുകളെ തുരത്തുവാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു പാസ്റ്റർ അരുൾദാസ്. ദൈവത്തിന് മഹത്വം. അവർ ഉള്ള പോയി കൊഞ്ച നേരം ഇപ്പടി കൈ വെച്ച് കണ്ണു മൂടി സ്തോത്രം 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 ചൊല്ലിക്കൊണ്ടേയിരുന്ന. താൻ ഒരു അല്പസമയം ആ റൂമിൽ കടന്ന് കണ്ണുകളടച്ച് കരങ്ങൾ വിരിച്ച് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നടന്നത് നോക്കുക. സഹോദരി, ചലിക്കുവാൻ കഴിയാത്ത സഹോദരി ഉടനെ എഴുന്നേറ്റിരുന്ന് തന്റെ മുടി ചുഴറ്റുവാൻ തുടങ്ങി. എന്നെ തുരത്തുവാനാണോ വന്നത്? ഞാൻ പോവുകയില്ല. 33 வருடமாக நான் இவளுக்குள்ள சுகமாக இருந்தேனே. 33 വർഷമായി ഞാൻ ഇവളുടെ ഉള്ളിൽ സുഖമായി കഴിയുകയാണ്. എങ്ക പോവേൻ? ഇനി ഞാൻ എവിടേക്ക് പോകും? ഞാൻ പോകത്തില്ല. അവളുടെ മുഖം മാറിയ, ചെല്ലം മാറിയ, അവളുടെ മുഖഭാവങ്ങളെല്ലാം മാറി. പാസ്റ്ററെ നോക്കി എഴുന്നേറ്റ് കണ്ണുരുട്ടി കാണിച്ചു. ഉടനെ പാസ്റ്റർ ചോദിച്ചു, സിസ്റ്റർ എന്നാ സിസ്റ്റർ ഇത്? മദർ, ഇത് എന്താ? നെഞ്ചുവലി തന്നെ. നെഞ്ചുവേദനയല്ലേ? ഇതെന്നാ ഇത്? ഇപ്പോൾ എന്ത് പറ്റി? ഞാൻ പോക മാട്ടേ. ഞാൻ പോകത്തില്ല എന്ന് ചൊല്ലി ഒരേ സത്തോ അങ്ങനെ പറഞ്ഞ് അലറുവാൻ തുടങ്ങി. തലയെ പോട്ടി ആട്ടിനാൾ, തല ചുഴറ്റുവാൻ തുടങ്ങി. അന്ത നെഞ്ചുവലി എന്നെ. പ്രിയമുള്ളവരെ, ആ നെഞ്ചുവേദന എന്താണ്? ചൊല്ലുങ്ക, പറയുക. നെഞ്ചുവലി എന്നെ. ആ നെഞ്ചുവേദന എന്തായിരുന്നു? ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. യേശുവും ഊഴിയം ചെയ്യുന്ന നാൾക്കളിൽ, യേശു ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിൽ ശിമോനുடைய പേതുരുവിനുடைய മാമി വീട്ടുക്ക് சென்றார். ശിമോൻ പത്രോസിന്റെ അമ്മാവിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവൾ ജ്വരത്തിനാലെ മൂടി പൊതയ്ത്ത് സുരുണ്ട് കിടന്നാൽ, അവൾ പനി ബാധിച്ച് പുതച്ചു കിടക്കുകയായിരുന്നു. എലുമ്പ മുടിகிறதில்லை, എഴുന്നേൽക്കുവാൻ സാധ്യമല്ല. വളരെ കടുത്ത ജ്വരമായിരുന്നു. യേശു അവിടെ നിന്ന് എന്ത് പറഞ്ഞു? അതെ കടിഞ്ഞുകൊണ്ട അതിനെ ശാസിച്ചു. ശാസിച്ചു. പുറത്തോട്ട് വരിക. ഉടനെ മാമിയാർ എളുമ്പിയാച്ചു. ഉടനെ അമ്മാവിയമ്മ എഴുന്നേറ്റു. ഉടനെ അവൾക്ക് സുഖം. ഉടനെ അവൾക്ക് സൗഖ്യമായി. വ്യാധി എന്ന്, രോഗം എന്ത്? ആരും എന്നോട് കോപിക്കാതീങ്ക, ആരും എന്നോട് പിണങ്ങരുത്. ഉള്ളതുപോലെ சொல்லுகிறேன். ഉള്ളതിനെ ഉള്ളതുപോലെ പറയുകയാണ്. നോക്കത്തെ சொல்லுகிறேன். പിശാചിന്റെ ഉദ്ദേശത്തെ അല്ല പറയുന്നത്. ഒരുമനപ്പെട്ട അന്ത പിശാചോട് എതിർത്താൽ, നിങ്ങൾ ഇന്ന് ഒരുമനപ്പെട്ട പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, ശരീരത്തിൽ ഇരിക്കുന്ന വ്യാധി പിശാചോട് നീ ഇൻഡേക്ക് എതിർത്താൽ, നിന്റെ ശരീരത്തിലുള്ള രോഗപിശാചിനോട് നീ എതിർത്ത് നിന്നാൽ, അവൻ ഇൻഡേക്ക് ഉന്നെ വിട്ടു പോവാൻ. അവൻ ഇന്ന് തന്നെ നിന്നെ വിട്ട് ഓടിപ്പോകും. ചൊല്ലുവാൻ, ഞാൻ പോക മാട്ടേൻ. അവൻ പറയും, ഞാൻ പോവുകയില്ല. പിശാചുക്ക് തനിമയാക ക്രിയ ചെയ്യ മുടിയാ. പിശാചിന് തനിച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. ശരീരം തേവേ. അവനൊരു ശരീരം വേണം. അവൻ മനുഷ്യ ശരീരത്തെ എടുക്കാൻ, അതിനായി അവൻ ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കുന്നു. ശരീരത്തിലൂടെ പിശാചാനവൻ ക്രിയ ചെയ്യുക. മനുഷ്യ ശരീരത്തിലൂടെ പിശാച് പ്രവർത്തിക്കുന്നു. അതിനാൽ തൻ വ്യാധി എന്റെ പേരിൽ, അതുകൊണ്ട് അത്ര രോഗം എന്ന പേരിൽ പിശാചാനവൻ ഉன்னுடைய ശരീരത്തിൽ കുടിയിരിക്കാൻ. പിശാച് നിന്റെ ശരീരത്തിൽ കുടിപാർക്കുന്നു. അരുമയാനവர்களே,
இயேசுவின் நாமத்தில் அந்த பொல்லாத வியாதியோடு எதிர்த்து போராடுங்கள். പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ ആ ദുഷ്ടരോഗ പിശാചിനോട് എതിർത്ത് പോരാടുവിൻ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அவன் നിങ്ങളെ വിട്ട് ഓടി പോവാൻ. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് 4 அதிகாரம் 7 വചനത്തിൽ என்ன വാസിക്കുന്നു? യാക്കോബിന്റെ ലേഖനം 4 അധ്യായം 7 വാക്യത്തിൽ എന്ത് വായിക്കുന്നു? பிசாசோடு எதிர்த்து நில்லுங்கள், தேவனுக்கு கீழ்ப்படியுங்கள், அப்பொழுது அவன் നിങ്ങളെ വിട്ട് ഓടി പോവാൻ. ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. இந்த தேவனுடைய நித்திய நோக்கத்தை, நித்திய திட்டம் உன்னுடைய வாழ்க்கையில் நிறைவேறாமல் இருக்கும்படியாக ദൈവത്തിന്റെ ഈ നിത്യ ഉദ്ദേശം, നിത്യമായ പദ്ധതി നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകാതിരിക്കേണ്ടതിന് நீ வியாதி இல்லாமல் ஜீவிக்க வேண்டும். നീ രോഗരഹിതനായി நீ ജീവിക്കണം. தேவனோடு கூட ஆளுகை செய்ய നീ வேண்டும். ദൈവത്തോടു കൂടെ വാഴണം. அந்த திட்டம் உன்னுடைய வாழ்க்கையில் நிறைவேறாமல் இருக்கும்படியாக ആ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നിറവേറാതിരിക്കേണ്ടതിനായി இந்த பொல்லாங்கான பிசாசானவன் உனக்கு விரோதமாக கிரியை செய்கிறான். ഈ ദുഷ്ടനായ പിശാച് നിനക്ക് വിരോധമായി அவன் പ്രവർത്തിക്കുന്നു. உன் சரீரத்தில் குடியிருந்த உன்னுடைய ஆரோக்கியமான அருமையான தேவ சித்தம் செய்ய வேண்டிய அந்த சரீரத்தை அழிக்கிறான். അവൻ നിന്റെ ശരീരത്തിൽ വസിച്ച് ആരോഗ്യമുള്ള ദൈവ ഇഷ്ടം ചെയ്യേണ്ട ഈ മനോഹരമായ ശരീരത്തെ അവൻ നശിപ്പിക്കുന്നു. ஆனபடியால் பிசாசோடு எதிர்த்து நில்லுங்கள். ആകയാൽ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. இன்றைக்கு உன்னுடைய எல்லா வியாதிக்கும் விடுதலை. ഇന്ന് തന്നെ നിന്റെ സകല രോഗത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം. எந்த அளவுக்கு இந்த சத்தியத்துக்கு நீ ஒப்பு கொடுக்கிறாயோ, എത്രത്തോളം ഈ സത്യത്തിനായി നീ കീഴ്പ്പെടുന്നുവോ அந்த அளவுக்கு அந்த சத்தியம் உன்னுடைய வாழ்க்கையில் கிரியை செய்யும். അത്രത്തോളം ഈ സത്യം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. சத்தியத்தையும் அறிவீர்கள், சத்தியம் உங்களை விடுதலையாக்கும். നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. எங்களால ஒருவரையும் விடுவிக்க முடியாது. ഞങ്ങളെ കൊണ്ട് ആരെയും വിടുവിക്കുവാൻ സാധ്യമല്ല. நாங்களும் மனுஷர். ഞങ്ങൾ മനുഷ്യർ മാത്രമാണ്. சொன்னார் நாங்கள் மனுஷர் அல்லவா? പത്രോസ് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരല്ലയോ? பரிசுத்த பவுல் சொன்னார் நாங்கள் பலவீனர் அல்லவா? വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ ബലഹീനരല്ലയോ? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனால் என்னை பலப்படுத்துகிற கிறிஸ்துவினால எல்லாம் செய்ய எனக்கு பலன் உண்டு. എന്നാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലവും ചെയ്യുവാൻ ഞാൻ ബലമുള്ളവനായിരിക്കുന്നു. ஆனபடியால் தேவனுடைய திட்டத்துக்கு விரோதமாக உன்னுடைய சரீரத்தில், உன்னுடைய குடும்பத்தில் பிசாசானவன் கிரியை செய்கிறான் என்ற சத்தியத்தை இப்பொழுது நன்றாக விளங்கிக் கொள்ளுங்கள். ആകയാൽ നിനക്ക് വിരോധമായി നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ പിശാച് പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം നന്നായി ഗ്രഹിച്ചു കൊള്ളുക. தேவனுடைய திட்டம் உன்னுடைய வாழ்க்கையில் நிறைவேறாமல் இருக்கும்படி பிசாசனுடைய திட்டத்தை போட்டு அவன் உன்னை அழிக்கிறான். ദൈവത്തിന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകാതിരിക്കേണ്ടതിന് പിശാച് തന്റെ ഉദ്ദേശം കൊണ്ടുവന്ന് നിങ്ങളെ നശിപ്പിക്കുന്നു. அடுத்த திட்டம், അടുത്ത ഉദ്ദേശം சுய திட்டம். സ്വാർത്ഥമായ ഉദ്ദേശം, தேவனுக்குமே சொந்த வழி. സ്വന്തം വഴികൾ. யோனாவே போன்றவர்கள் യോനായെ പോലെയുള്ളവർ நினைவே போக சொன்னால் നിനവയിലേക്ക് പോകുവാൻ പറഞ്ഞപ്പോൾ அவனுக்கு சொந்த வழி. தர்சீசிലേക്ക് போனான். അവൻ തന്റെ സ്വന്തം വഴിയിൽ തർശീശിലേക്ക് പോയി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அதனால தான் நீதிமொழிகள் 16 அதிகாரம் 25 வசனத்தை படிக்கும் போது, അതുകൊണ്ടാണ് സദൃശവാക്യം 15 അധ്യായം 25 വാക്യം വായിക്കുന്നത്, ஒருவனுடைய வழி அவனுக்கு செம்மையாக தோன்றும், ஆனால் அதனுடைய முடிவோ മരണ വഴി. 16:25 ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, എന്നാൽ അതിന്റെ അവസാനമോ മരണവഴികൾ അത്രേ. നീ എന്ത് വഴിയിൽ പോയിക്കൊണ്ടിരിക്கிறாய்? നീ ഏത് വഴിയിലൂടെ പോകുന്നു? നീ സ്വന്തം വഴിയിൽ പോകുகிறாயா? നീ സ്വന്തം വഴിയിലൂടെയാണോ പോകുന്നത്? ദേവസിത്തത്തിൻപടി ഒപ്പുകൊടുത്ത ദേവവസനத்துக்கு ஏற்றபடி தேவனுடைய വഴിയിൽ നീ നടക്കുകയാ? ദൈവേഷ്ടത്തിനായി സമർപ്പിച്ച ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവവഴിയിൽ നീ നടക്കുന്നുവോ? നീ എന്ത് വഴിയിൽ പോയിക്കൊണ്ടിരിக்கிறாய்? യോനായേ, നീ ഏത് വഴിയിലൂടെ പോകുന്നു? ഉൻ വഴിയിൽ പോകുகிறாயா? தேவனுடைய வழியில், தேவனுடைய திட்டத்துக்கு ஏற்றபடி உம்மை ஒப்புக்கொடுத்து நீ പോകുகிறாயா? നീ നിന്റെ വഴിയിലാണോ പോകുന്നത്? അല്ല എങ്കിൽ ദൈവ ഉദ്ദേശത്തിനായി സമർപ്പിച്ച ദൈവ വഴികളിലൂടെയാണോ നീ ചരിക്കുന്നത്? இந்த சுய வழியினால, அந்த யோனா போன വഴിയിனால எவ்வளவு பெரிய ஆபத்து. ഈ സ്വയമായ വഴിയിലൂടെ, യോനാ പോയ വഴിയിലൂടെ എത്ര വലിയ ആപത്തുണ്ടായി. அந்த கப்பலுக்கு எவ்வளவு பெரிய சேதம். ആ കപ്പലിന് എത്ര വലിയ നഷ്ടമുണ്ടായി. എത്രയോ
பொருட்கள் அவர்கள் எழுந்து விட்டார்கள், എത്രയോ വസ്തുക്കൾ അവർ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞു. கண்ணீர் விடுகிறார்கள். എത്രയോ പേർ കണ്ണുനീർ ചിന്തി. ஐயோ என் பொருள் போச்சு, എന്റെ വസ്തുക്കൾ നഷ്ടമായല്ലോ. நான் கடன் வாங்கின பொருளாச்சு, അയ്യോ ഞാൻ കടം മേടിച്ചതായിരുന്നല്ലോ. கடலில் தூக்கி வீசிட்டீங்களே, അതെല്ലാം നിങ്ങൾ എടുത്ത് കടലിൽ എറിഞ്ഞല്ലോ. கடனை எப்படி கொடுக்க ഇനി முடியும்? ഞാൻ എങ്ങനെ കടം തിരിച്ചടയ്ക്കും? எத்தனை பேருக்கு நஷ்டம்? എത്ര പേർക്ക് നഷ്ടമുണ്ടായി? யாரால் இந்த நஷ்டம்? ആര് നിമിത്തം ഈ നഷ്ടമുണ്ടായി? யோனாவால். അയോനാ നിമിത്തമത്രേ. அதுதான் சுய வழி. അതത്ര സ്വന്തം വഴി. ஆராய்ந்து பாருங்கள். പരിശോധിച്ചു നോക്കുക. தேவனுடைய தோட்டத்துக்கு, தேவனுடைய திட்டத்துக்கு விரோதமாக, ദൈവത്തിന്റെ ഉദ്ദേശത്തിനും പദ്ധതിക്കും വിപരീതമായി இதோ உன்னிலே ஒரு சுயத்தை பிசாசானவன் கிரியை செய்த சொந்த வழியில் நடக்க நீயே மிகவும் வெம்பல் கொள்ளுகிறாய். ഇതാ പിശാച് നിന്നിലേക്ക് ഒരു സ്വാർത്ഥം കൊണ്ടുവന്ന, അവന്റെ ഉദ്ദേശം കൊണ്ടുവന്ന നിന്നെ സ്വന്തം വഴിയിലൂടെ നടക്കുമാറാക്കുന്നു. சொந்த வழியை நாம் விட்டு விலகுவோம். ആകയാൽ സ്വന്തം വഴികളെ വിട്ടകലാം. மூன்றாவது தேவ சித்தத்துக்கு வாருங்கள். മൂന്നാമതായി ദൈവോദ്ദേശത്തിലേക്ക് വരിക. தேவனுடைய நோக்கத்தை பாருங்கள். ദൈവ ഉദ്ദേശം നോക്കുക. അതെ, தேவனுக்கு மகிமை உண்டாகும். ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. தேவன் என்ன செய்தார்? ദൈവം എന്ത് ചെയ്യുന്നു? தேவன் உன்னுடைய சரீரத்தில் வியாதி இல்லாமல் ஜீவிக்க வேண்டும். നിന്റെ ശരീരത്തിൽ നീ രോഗമില്ലാതെ ജീവിക്കണം. வியாதி இல்லாமல் எப்படி ஜீவிக்க முடியும்? എങ്ങനെ രോഗമില്ലാതെ ജീവിക്കാം? எங்கு பார்த்தாலும் வியாதி, എവിടെ നോക്കിയാലും രോഗം. விசுவாச வீட்டிலும் வியாதி, വിശ്വാസ വീട്ടിലും രോഗം തന്നെ. எல்லா விசுவாசிகளுடைய குடும்பங்களிலும் வியாதி. എല്ലാ വിശ്വാസികളുടെ വീടുകളിലും രോഗമുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த வியாதி வழியாக பரலோகத்தில் போக வேண்டும் என்றும் சிலர்கள் எண்ணுகிறார்கள். ആ രോഗത്തിന്റെ മാർഗത്തിലൂടെ സ്വർഗത്തിൽ ചെല്ലാമെന്നും ചിലർ ചിന്തിക്കുന്നു. எங்கு பார்த்தாலும் வியாதி, நானும் ஒத்துக்கொள்ளுகிறேன். എവിടെ നോക്കിയാലും രോഗമെന്ന് ഞാനും സമ്മതിക്കുന്നു. அந்த வியாதியை கொண்டு வருகிறது பிசாசு என்ற சத்தியத்தை நீ விளங்கிக் கொள்ளுங்க. എന്നാൽ ആ രോഗത്തെ കൊണ്ടുവരുന്നത് പിശാചാകുന്നു എന്നുള്ള സത്യവും നീ ഗ്രഹിച്ചു കൊള്ളുക. ഞാൻ അടയാറിൽ ഇരിക്കുമ്പോൾ, ഞാൻ അടയാറിലിരിക്കുമ്പോൾ தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 2-3 ஊழியர்கள் என்னுடைய நான் அங்க இருக்கிற காலத்தில் இறந்து விட்டார்கள். ഞാൻ അവിടെ ഇരിക്കുമ്പോൾ 2-3 ശുശ്രൂഷകർ മരിച്ചുപോയി. புது ஊழியர்கள். പുതിയ വേലക്കാർ. ஒரு சகோதரி அடக்கம் ചെയ്യുമ്പോൾ, ഒരു സഹോദരി അടക്കം ചെയ്യുമ്പോൾ உண்மையாக நானே அந்த கல்லறை தோட்டத்தில் அழுதேன். വാസ്തവമായി ആ കല്ലറത്തോട്ടത്തിൽ വെച്ച് ഞാൻ തന്നെ என்னால കരഞ്ഞുപോയി. அடக்கம் பண்ண முடியவில்லை. എനിക്ക് അടക്കുവാൻ കഴിഞ്ഞില്ല. விசுவாச வீட்டில் ஏதோ ஒரு பிரசங்கம் பண்ணிட்டேன். വിശ്വാസ വീട്ടിൽ എന്തോ പ്രസംഗിച്ചു. அந்த கல்லறை தோட்டத்தில், എന്നാൽ ആ കല്ലറയിൽ ചെന്നപ്പോൾ, மந்தவெள்ளி சென்ட் மேரிஸ் கல்லறை தோட்டத்தில், മന്തവെളി സെന്റ് മേരീസ് எனக்கு ശ്മശാനത്തിൽ முன்னாக அந்த பெட்டியில அந்த சகோதரி படுத்திருக்கிறார். എനിക്ക് മുൻപാകെ ആ പെട്ടിയിൽ ആ സഹോദരി நான் കിടക്കുന്നു. வசனத்தை வாசிக்கலாம் சொல்ல இப்படி திறந்து இப்படி பெட்டியை பார்த்த வேளை വചനം വായിക്കാമെന്ന് വിചാരിച്ച് തുറന്നിട്ട് പെട്ടി നോക്കിയപ്പോൾ அப்படி அழுதுட்டேன். ഞാൻ അറിയാതെ കരഞ്ഞുപോയി. என்னால் ஒன்று செய்ய முடியவில்லை. എനിക്കൊന്നും ചെയ്യുവാൻ அவளை കഴിഞ്ഞില്ല. பார்த்தா, ആ സഹോദരിയെ அவளுக்கு നോക്കിയപ്പോൾ 20-21 வயசு தான். 21 വയസ്സേ அந்த ഉള്ളൂ. பெட்டியில பார்த்தா ആ പെട്ടിയിൽ ஏதோ നോക്കിയപ്പോൾ ஒரு 13-14 വയസ്സുള്ള ഒരു പെണ്ണെ പോലെ. 13-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പോലെ. ஐயோ இப்படி ஆயிப்போச்சு. ഇങ്ങനെ ആയിപ്പോയല്ലോ. அழுத. ഞാൻ കരഞ്ഞു. அதுக்கு பிறகு ஒரு தீர்மானம் செய்து, അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. இனி மேலிலே ഇനിമേലാൽ இந்த அடையாறிலே ഈ അടയാറിൽ ஒருவரும் சாகக்கூடாது. ഒരാളും அங்க മരിക്കരുത്. ஒரே மலேரியா ஜுரம். അവിടെ മലേറിയ പനിയായി. தேவனுக்கு மகிமை உண்டாகும். ദൈവത്തിന് മഹത്വം. அருமையானவர்களே, எல்லாரும் ஒருமனப்பட்டோம். പ്രിയമുള്ളവരെ, ഞങ്ങൾ എല്ലാവരും ഒരുമനപ്പെട്ടു. ஸ்தோத்திரம் செய்தோம். സ്തോത്രം பல ചെയ്തു. பல நாட்கள் ஸ்தோத்திரம் செய்தோம். അനേക ദിവസങ്ങൾ സ്തോത്രം அந்த ചെയ്തു. மலேரியா பிசாசு அடையாரை விட்டு போய் விட்டது. ആ മലേറിയ പിശാച് അടയാറിനെ വിട്ടുപോയി. இப்போது அடையாறில் மலேரியா இல்ல. ഇപ്പോൾ അടയാറിൽ മലേറിയ அதுக்கு ഇല്ല. பிறகு ஒருவரும் மலேரியா ஜுரத்தினால் இறந்து போகவில்லை. അതിനുശേഷം മലേറിയ ബാധിച്ച് ആരും മരിച്ചിട്ടില്ല. எதிர்த்து போராடுங்க. എതിർത്ത് പോരാടുവിൻ. அது தேவ சித்தம் என்று சொல்லி നീ ന്യൂട്രലിൽ ഉன்னுடைய വണ്ടിയെ പോടാതെ. ഇത് ദൈവ ഇഷ്ടമെന്ന് പറഞ്ഞ് നിന്റെ വണ്ടി ന്യൂട്രലിൽ നീ ഓടിക്കരുത്. ന്യൂട്രലിൽ தான் போட்டிருக்காங்க. ചിലർ ന്യൂട്രലിൽ വെച്ചിരിക്കുകയാണ്. நீ ന്യൂട്രലിൽ ഇരുന്നാൽ അത് சாகவும் சாகாமலும் இருக்கும். നീ ന്യൂട്രലിൽ ഇരുന്നാൽ അത് ചാകുമോ ചാകാതിരിക്കുകയോ ചെയ്യും. தேவனுக்கு மகிமை. ദൈവത്തിന് தேவ சித்தம். അത് ദൈവ ഇഷ്ടമാണ്. அப்படி இருந்தால் நீ முன்னுக்கும் போகலாம் பின்னுக்கும் போகலாம். അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നീ മുന്നോട്ടോ പിറകോട്ടോ പോയേക്കാം. ന്യൂട്രൽ இருக்கிறவங்களே ஜாக்கிரதை. ന്യൂട്രലിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചു எல்லாரும் கியர்ல போடுங்க. എല്ലാവരും ഗിയറിലിടുക. எனக்கு வியாதி வராது என்று சொல்லுங்க. എനിക്ക് രോഗം വരികയില്ലെന്ന് പറയുക. வசனம் சொல்லுகிறது. ദൈവവചനം പറയുന്നു. യെശയ്യാ 24 அதிகாரத்தில் வாசிக்கும்போது, യെശയ്യാ 35 அதிகாரம் 24 സോറി യെശയ്യാ 33:24 വാസിക്കുമ്പോൾ, യെശയ്യാ പ്രവചനം 33:24 വായിക്കുമ്പോൾ, വ്യാധിപ്പെട്ടിരിக்கிறேன் என்று നഗരവാസികൾ சொல்வதில்லை. എനിക്ക് ദീനമെന്ന് ആ നഗരത്തിൽ പാർക്കുന്നവർ പറയുകയില്ല. பாருங்க, വ്യാധിപ്പെട്ടിരിக்கிறேன் என்று നഗരവാസികൾ சொல்வதில்லை. ഞാൻ രോഗിയായിരിക്കുന്നു എന്ന് നഗരത്തിൽ പാർക്കുന്നവർ പറയുകയില്ല. കാരണം അതിൽ വാസമായിരിക്കുന്നവர்களின் അക്രമങ്ങൾ പാപങ്ങൾ മன்னிக்கப்பட்டிருக்கிறது. എന്തുകൊണ്ടെന്നാൽ അതിൽ പാർക്കുന്നവരുടെ അതിക്രമങ്ങളും പാപങ്ങളും മോചിക്കപ്പെട്ടിരിക്കും. അതിൽ വാസമായിരിക്കുന്നവരുടെ പാപങ്ങളും അക്രമങ്ങളും മன்னிக்கப்பட்டிருக்கிற
இருக்கிறபடியினால் அங்கே வியாதி இல்லை. അതിൽ പാർക്കുന്നവരുടെ പാപങ്ങളും അതിക്രമങ്ങളും മോചിക്കപ്പെട്ടിരിക്കയാൽ അവിടെ രോഗമില്ല. அப்ப வியாதி எங்கே இருந்து வருகிறது? അപ്പോൾ രോഗം എവിടെ നിന്ന് വരുന്നു? ஓ, பாவத்தினால் வியாதி வருகிறது. പാപത്താൽ രോഗം വരുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஆனபடினால் தெய்வீக சுகம் என்ற சத்தியத்தை விசுவாசியுங்கள். ആകയാൽ ദൈവിക രോഗശാന്തി എന്നുള്ള സത്യത്തെ വിശ്വസിക്കുക. அது தேவனுடைய மகிமையின் சுவிசேஷம். അത് ദൈവത്തിന്റെ തേജസ്സിന്റെ அது സുവിശേഷം. ஒரு ஜீவனில்லாத உபதேசம் அல்ல. അതൊരു ജീവനറ്റ ഉപദേശമല്ല. கர்த்தராகிய இயேசு கிறிஸ்து கல்வாரியில் மரித்து அடக்கம் பண்ணப்பட்ட 3ஆம் நாளில் உயிர்த்தெழுந்தார். അതിനായി യേശു കൽവരിയിൽ മരിച്ചടക്കപ്പെട്ട് 3ആം നാളിൽ அவர் ഉയർത്തെഴുന്നേറ്റു. என்ன சொன்னார்? അവൻ എന്താണ് പറഞ്ഞത്? என் தழும்புகளால் குணமானீர்கள். എന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം என் പ്രാപിച്ചു. தழும்புகளால் குணமானீர்கள். എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നു. இயேசுவுக்கு எத்தனை தழும்பு? യേശുവിന് എത്ര അടിപ്പിണരുകളുണ്ട്? 5 തഴുമ്പ് அல்ல. 5 അടിപ്പിണരുകളല്ല. அதுதான் தெரியும். 5 காயங்கள். ചിലർക്ക് 5 മുറിവുകളെന്നേ അറിയൂ. அந்த வாரினால் இயேசுவை அடித்தார்கள். ആ ചമ്മട്ടി കൊണ്ട് യേശുവിനെ അടിച്ചു. ஒரு புத்தகத்தில் வாசித்தேன். ഒരു പുസ്തകത്തിൽ വായിച്ചു, ஒரு முறை அந்த வாரினால் அடிக்கும் போது ഒരു പ്രാവശ്യം ആ ചമ്മട്ടി കൊണ്ട് അടിച്ചാൽ 200 இடத்தில் இருந்து சதை பிடுங்குமா. 200 ഭാഗത്ത് നിന്ന് മാംസം പറിച്ചെടുക്കപ്പെടും. ரெண்டோ இடத்தில் இருந்தல்ல, 1-2 ഇടത്ത് നിന്നല്ല, 200 ഇടം. 200 സ്ഥാനങ്ങളിൽ രണ്ട് നിന്ന്. മുறை അടിത്താൽ 2 പ്രാവശ്യം അടിച്ചാൽ 400, 400, 5 മുறை அடித்தால் 5 പ്രാവശ്യം അടിച്ചാൽ 1000. எத்தனை முறை அடித்தார்களோ தெரியாது. എത്ര പ്രാവശ്യം അടിച്ചുവോ അറിയില്ല. எதற்காக அவிதமாக அடிக்கிறதுக்காக அந்த மனுஷருக்கு തന്നെ ஒப்பு கொடுத்தார். എന്തുകൊണ്ടാണ് തന്നെ ഇപ്രകാരം അടിക്കുവാൻ യേശു ആ മനുഷ്യർക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്? இதோ என் பிள்ளைகளின் மேல் நான் என்னுடைய திட்டத்தை போட்டேன். എന്റെ മക്കളുടെ മേൽ ഞാൻ എന്റെ ഉദ്ദേശം വെച്ചിരിക്കുന്നു. அவர்கள் வியாதி இல்லாமல் ஜீவிக்க வேண்டும். അവർ രോഗമില്ലാത്തവരായി ജീവിക്കണം. அவர்கள் சுகமாக ஜீவிக்க வேண்டும். അവർ സുഖത്തോടെ ജീവിക്കണം. அதற்காக അതിനായി தேவன் தம்முடைய சரீரத்தை கல்வாரியில் ஒப்பு கொடுத்தார். ദൈവം തന്റെ ശരീരത്തെ കാൽവറിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. சரீரத்தையும் அடித்து கிழித்தார். മുഴു ശരീരവും അടിച്ചവർ പിച്ചു ചിന്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அப்போது ஒரு தீர்க்க தரிசனமும் நிறைவேறினது. ആ സമയത്ത് ഒരു പ്രവചനവും നിവർത്തിയായി. 129 சங்கீதம் 3ஆம் வசனத்தின்படி 129 സങ്കീർത്തനം 3-ാം நாம் என்ன വാക്യപ്രകാരം வாசிக்கிறோம்? നാം അവിടെ എന്ത് വായിക്കുന്നു? உழுகிறவர்கள் உழுத படச்சாலுகளை நீளமாக்கினார்கள். ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുത് ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. உழுகிறவர்கள் என் முதுகின் மேல் உழுது அவர் படச்சாலுகளை நீளமாக்கினார்கள். ഉഴവുകാരന്റെ മുതുകിന്മേൽ ഉഴുത് ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. இயேசுவின் சரீரத்தை பாருங்கள். യേശുവിന്റെ ശരീരത്തെ നോക്കുവിൻ. உழுது மறித்தார்கள். അതിനെ ഉഴുതു മറിച്ചു. சரீரமெல்லாம் தொங்குது. ശരീരമെല്ലാം മാംസകഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. தொங்கின இயேசுவை எஸ்ஐயா தீர்க்கதரிசி தரிசனத்தில் பார்த்தார். കാൽവരിയിൽ തൂങ്ങിക്കിടന്ന യേശുവിനെ യെശയ്യാ പ്രവാചകൻ ദർശനത്തിൽ കണ്ടു. அதை பாருங்கள். അതിനെ നോക്കുക. எஸ்ஐயா 52 அதிகாரம் 14 வசனத்தை படிக்கும் போது യെശയ്യാ പ്രവചനം 52 അധ്യായം 14 വാക്യം വായിച്ചാൽ അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും அவனுடைய ரூபத்தை பார்த்தால் ஆளல்ல என்றும் അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് பாருங்க, அவரை பார்த்தால் ஒரு ஆளை போல் இல்ல. അവനെ കണ്ടാൽ ഒരാളെന്ന് തോന്നുകയില്ല. அருமநாதனே இயேசுவை பாருங்கள். നമ്മുടെ പ്രിയനാഥൻ യേശുവിനെ നോക്കുക. தேவனுடைய மடியில் செல்ல பிள்ளையாக இருந்து மகிமையில் காணப்பட்ட ദൂതരുടെ പുകഴ്ചയിൽ കാണപ്പെട്ട அந்த അരുമ യേശുവേ പാരുங்கள். ദൈവത്തിന്റെ മടിയിൽ ഓമനപുത്രനായി ദൂതന്മാരുടെ പുകഴ്ച അനുഭവിച്ച തേജോമയനായി കാണപ്പെട്ട ആ യേശുവിനെ നോക്കുക. ഞാനും നീങ്ങളും വ്യാധി ഇല്ലാமல் ജീവിക്കുம்படியாக ഞാനും നിങ്ങളും രോഗമില്ലാത്തവരായി ജീവിക്കുവാൻ ദേവനുடைய திட்டம் എന്നിലും ഉങ്ങളിലും നിറവേറുம்படியாக ദൈവത്തിന്റെ ഉദ്ദേശം എന്നിലും നിങ്ങളിലും നിറവേറുവാൻ മഹിമയിൻ ദേവൻ മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ വന്ന് തേജോമയനായ ദൈവം മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ പിതാവിന്റെ വന്നു. ചിത്തത്തെ നിറവേറ്റി പിതാവിന്റെ ഹിതം നിവർത്തിച്ച് ഇതോ കൽവാരിയിൽ തൊങ്ങിനാർ. ഇതാ കാൽവറിയിൽ തൂങ്ങിക്കിടക്കുന്നു. യേശുവിൻ ശരീരത്തെ പാരുங்கள். ആ യേശുവിന്റെ ശരീരത്തെ നോക്കുക. ഇன்றைக்கு കാണപ്പെടുகிறதான சிலுவை அது வேதவசனத்துக்கு ஏற்றதல்ல. ഇന്ന് നാം കാണുന്നതായ ക്രൂശുകൾ ദൈവവചനത്തിന് അനുസാരമല്ല. വേദവസനത്തെ പാരുங்கள். വേദവചനം നോക്കുക. യെശയ്യാ 52:14 പാരുங்கள். യെശയ്യാ പ്രവചനം 52-ാം അധ്യായം 14-ാം വാക്യം. இந்த വസനത്തെ മറന്നു വിടാതിരിക്കുക. പ്രിയമുള്ളവരെ, ഈ വാക്യം മറന്നു പോകരുത്. ദേവവസനം പൊയ്യല്ല. ദൈവവചനം ഭോഷ്കല്ല. ദേവരുടെ വസനം മാറ്റമില്ലാത്തത്. ദൈവവചനം മാറ്റമില്ലാത്തത്. ദേവരുടെ വസനം പുടമിട്ടത്. ദൈവവചനം ശുദ്ധി ചെയ്യുന്നത്. ദേവരുടെ വസനത്തിൽ വല്ലമയുണ്ട്. ദൈവവചനത്തിൽ ശക്തിയുണ്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന്
മഹത്വം. இயேசுவை பாருங்கள். യേശുവിനെ നോക്കുക. യെശയ്യാ ദീർഘദർശി ദർശനത്തിൽ அந்த കാഴ്ചയെ பார்த்தார். യെശയ്യാ പ്രവാചകൻ തന്റെ ദർശനത്തിൽ ആ കാഴ്ച കണ്ടു. അവരെ ഇത് ആരപ്പാ ഇത്? ഇതാര്? ഇത് ആര്? ഇതാരാണ്? ഒരു മനുഷ്യനെ പോലില്ലേ? എന്നെ കണ്ടാൽ ഒരു മനുഷ്യനെന്ന് തോന്നുന്നില്ലല്ലോ. അവർ ആശ്ചര്യപ്പെട്ടാർ. താൻ അത്ഭുതപ്പെട്ടു പോയി. ഭ്രമിച്ച് അവർ കതറി അഴുതാർ. താൻ സ്തംഭിച്ച് നിലവിളിച്ചു. സംഗീതക്കാരൻ ചൊല്ലുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഞാൻ அந்த സിലുവയെ ധ്യാനിத்தேன், അലറിനെ. ഞാൻ ആ ക്രൂശിനെ ധ്യാനിച്ചു, ഞാൻ അലറിക്കരഞ്ഞു. பாருங்களே, இது யாராவது சிலுவையை பார்த்து மனம் கசந்து அழுகிறீர்களா? ഇന്നാരെങ്കിലും ക്രൂശിനെ കണ്ട് കൈപ്പുള്ള മനസ്സോടെ അലറിക്കരയുന്നുണ്ടോ? ഒരുവരും ചെയ്യുകയില്ല. ആരും അങ്ങനെ ചെയ്യുന്നില്ല. അത് പിശാചിനുடைய നോക്കം. അത് പിശാചിന്റെ ഉദ്ദേശമത്രേ. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഇതോ സംഗീതക്കാരൻ ചൊല്ലുന്നത് പാരുங்கள். സങ്കീർത്തനക്കാരൻ പറയുന്നത് നോക്കുക. 77-ാം സംഗീതം 3-ാം വചനം. 77-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഞാൻ ദേവനെ നിனைத்தபோது അലറിനേൻ. ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. ഞാൻ നിனைக்கும்போது എൻ ആവി തോയ്ந்து വിട്ടത്. ഞാൻ അത് ധ്യാനിക്കുമ്പോൾ എന്റെ ആത്മാവ് വിഷാദിക്കുന്നു. ഞാൻ സിലുവയെ பார்த்தபோது, ഞാൻ ക്രൂശിനെ നോക്കിയപ്പോൾ അലറിനെ. ഞാൻ അലറിക്കരഞ്ഞു. ഇവർ യാർ? അയ്യോ, ഇവൻ ആരാകുന്നു? ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അவ்வளவு കോലമായി വിട്ട, അത്രത്തോളം വിരൂപമായി. அப்படிப்பட்ட ഒരു വേദന ഉങ്ങളുടെ ഹൃദയത്തിൽ കാണപ്പെട வேண்டும். അങ്ങനെയുള്ളതായ ഒരു വേദന നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അതിനാലதான் പരിശുദ്ധ പൗൽ சொன்னார். അതുകൊണ്ട് അത്ര വിശുദ്ധ പൗലോസ് പറഞ്ഞു, உன்னுடைய ஆத்துமாவில் நீ சோர்ந்து போகாமல் இருக்கும்படியாக பாவிகளால் விபரீதங்களை சகித்து அவரையே தியானித்துக் கொள்ளுங்கள். നിന്റെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. തഴമ്പുകളാൽ ഗുണമാനീர்கள், അടിപ്പിണരുകളാൽ സൗഖ്യമായി. തഴമ്പുകളാൽ ഗുണമാനീர்கள், അടിപ്പിണരുകളാൽ സൗഖ്യമായി. அந்த வார்த்தையை அறிக்கை செய்யுங்கள். എല്ലാവരും കരങ്ങളുയർത്തി ആ വാക്കുകളെ ഏറ്റുപറയുവിൻ. തഴമ്പുകളാൽ ഗുണമാനീர்கள், അടിപ്പിണരുകളാൽ സൗഖ്യമായി. എല്ലാവരും சத்தமாக சொல்லுங்கள். എല്ലാവരും ശബ്ദം ഉയർത്തി പറയുവിൻ. ഗുണമാക്കും വല്ലമേ നമ്മുടെ മധ്യേ ദേവൻ അനുപ്പുகிறார். ഇപ്പോൾ തന്നെ സൗഖ്യമാക്കുന്ന ശക്തി ദൈവം നമ്മുടെ നടുവിൽ അയക്കുന്നു. വിശ്വാസിയുங்கள், വിശ്വസിപ്പിൻ. അവിശ്വാസത്തോട് എതിർത്ത് പോരാടുங்கள். അവിശ്വാസത്തോട് എതിർത്ത് പോരാടുവിൻ. വ്യാധി വരും, വ്യാധി പോകും എന്ന് നീ சொல்லாதே. രോഗം വരും, രോഗം പോകുമെന്ന് നീ പറയുവാൻ പാടില്ല. വ്യാധിയെ കൊണ്ടുവരുന്ന ഒരു പിശാച്, രോഗത്തെ കൊണ്ടുവരുന്നത് പിശാചത്രേ. அந்த பிசாசோடு எதிர்த்து போராடுங்கள். ആ പിശാചിനോട് എതിർത്ത് പോരാടുവിൻ. தேவனுக்கு மகிமை. കൈതാഴ്ത്തിയിടുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. உங்களுடைய விசுவாசத்தை தட்டி எழுப்புங்கள். നിന്റെ വിശ്വാസത്തെ പടുത്തുയർത്തുക. நீ വ്യാധിയോടെ വന്നിരിக்கலாம், വ്യാധി ഇല്ലാமல் നീ പോകാൻ. ഒരുപക്ഷേ നീ രോഗത്തോടുകൂടി ആയിരിക്കാം വന്നിരിക്കുന്നത്, എന്നാൽ നീ രോഗമില്ലാത്തവനായി പോകുവാൻ പോകുന്നു. നെഞ്ചുവലിயான സഹോദരിയെ പാരുங்க. ആ നെഞ്ചുവേദനയുള്ള സഹോദരിയെ നോക്കുക. ഞാൻ പോക മാട്ടേൻ എന്ന് പിശാച് சொல்லுங்க. ഞാൻ പോകത്തില്ലെന്ന് പിശാച് പറയുന്നു. കടസിയിലെ പാസ്റ്റർ അരുൾദാസ്, നീ പോയിதான் ആകും. എന്നാൽ അവസാനമായി നീ പോയേ മതിയാകുന്ന യേശുവിൻ നാമത്തിൽ പോൻ சொன்ன വേളയിൽ, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. அப்படியே கீழே விழுந்தார். താഴോട്ട് ആ സഹോദരി വീണു. അന്നാൾ വരയ്ക്കും, അന്നാളിൽ ഇന്നാൾ വരയ്ക്കും അവൾക്ക് വ്യാധി ഇല്ല, നെഞ്ചുവലി ഇല്ല. ആ ദിവസം മുതൽ ഈ ദിവസം വരെയും അവൾക്ക് നെഞ്ചുവേദനയില്ല. ആരാധന നെഞ്ചുവലിയിൽ കഷ്ടപ്പെടുകീர்களா? പ്രിയമുള്ളവരെ, ആരെങ്കിലും നെഞ്ചുവേദനയാൽ കഷ്ടം സഹിക്കുന്നുണ്ടോ? കാലുവലിയാൽ കഷ്ടപ്പെടുകീர்களா? കാലുവേദനയോട് കഷ്ടപ്പെടുന്നുണ്ടോ? യേശുവിൻ നാമത്തിൽ அந்த இடத்தில் நீயே கரத்தை வைத்து பிசாசோடு எதிர்த்து போராடி അപ്പുറപ്പെടുത്തുங்கள். ആ ഭാഗത്ത് നിന്റെ കരം വെച്ച് പിശാചിനോട് എതിർത്ത് പോരാടി അതിനെ അകറ്റിക്കളയുവിൻ. കാരണം കാരണമെന്ത്? അവർ നമുക്കാக കൽവാരിയിൽ യാവറ്റേയും ചെയ്തു മുടിത്താർ. അവൻ കാൽവരിയിൽ നമുക്കായി സകലവും ചെയ്തു നിവർത്തിച്ചു. ഉൻ ശരീരത്തിൽ വ്യാധി വരുகிறது ദേവസിത്തമില്ല. നിന്റെ ശരീരത്തിൽ രോഗം വരുന്നത് ദൈവ ഉദ്ദേശമല്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. ഏദൻ തോട്ടത്തെ പാരുங்கள். ഏദൻ തോട്ടത്തെ നോക്കുക. വ്യാധിയില്ല, അവിടെ രോഗമില്ല. ആശ്രിപ്പ് കൂടാരത്തെ പാരുங்கள். സമാഗമന കൂടാരത്തെ നോക്കുക. അവിടെയും വ്യാധിയില്ല, അവിടെയും രോഗമില്ല. ദേവനുക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. നമുക്കാக പാപ ബലിയാകുംപടിക്ക് വന്ന യേശു ക്രിസ്തുവിൻ ശരീരത്തെ പാരുங்கள். അവരുടെ ശരീരത്തിലും വ്യാധിയില്ല. നമുക്കായി പാപപരിഹാരയാഗമായി തീരുവാൻ വന്ന യേശുവിന്റെ ശരീരത്തെ നോക്കുക. അവിടെയും രോഗമില്ല. 1000 വരെ സാക്ഷിയെ പാരുங்கள். അങ്ക വ്യാധിയില്ല. സഹസ്രാഴ്ചയിലേക്ക് ശ്രദ്ധിക്കുക. അവിടെയും രോഗമില്ല. പിന്തിന നിത്യത്തെ പാരുங்கள். മുന്തിന നിത്യത്തെയും പാരുங்கள். വ്യാധിയില്ല. അനന്ത നിത്യതയിലേക്ക് നോക്കുക. അനാദി നിത്യതയെ നോക്കുക. അവിടെ എങ്ങുമേ രോഗമില്ല. ദൂതകളെ പാരുங்கள். അവരിൽ ഒരുവനുക്കും വ്യാധിയില്ല. ദൂതന്മാരെ
സഹോദരന്മാരെ നോക്കുക, അവരിൽ ആർക്കുമേ രോഗമില്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தேவவசனம் என்ன சொல்லுகிறது? ദൈവവചനം പറയുന്നത് சங்கீதக்காரன் சொன்னான், സങ്കീർത്തനക്കാരൻ പറയുന്നു, ബലവീനപ്പെട്ടവൻ ഒരുവനുമില്ല. ബലഹീനൻ ആരും ഉണ്ടായിരുന്നില്ല. இதோ திருவல்லாவை பார்த்த ஆண்டவர் சொல்லுகிறார், തിരുവല്ലായെ നോക്കി കർത്താവ് അരുളി ചെയ്യുന്നു, இங்க பலவீனன் ഒരുവനുമില്ല. ഇവരിൽ ബലഹീനൻ ആരുമേ. ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இதுதான் தேவனுடைய ஒரு திட்டம். ഇതത്ര ദൈവത്തിന്റെ ഒരു நீ ഉദ്ദേശം. வியாதி இல்லாமல் ஜீவிக்க നീ வேண்டும். രോഗമില്ലാത്തവനായി ജീവിക്കണം. அதற்கு நீ என்ன செய்ய അതിന് வேண்டும்? നീ എന്ത് ചെയ്യണം? அதுதான் கொஞ்சம் கஷ்டம். അതത്ര അല്പം കഠിനമായത്. எனக்கு வியாதி இல்லாமல் இருக்கணும். എനിക്ക് രോഗമില്ലാതിരിക്കണം. ஒரு നാളിൽ 3 മണി നേരം നീ മുഴങ്കാൽ പടിയിട്ട് ജപിക്കണം. ഒരു ദിവസം നീ 3 മണിക്കൂറെങ്കിലും മുഴങ്കാലിൽ നിന്ന് உன்னுடைய പ്രാർത്ഥിക്കണം. வீடு ஜெப வீடாக நீ மாற்ற வேண்டும். നിന്റെ വീട് പ്രാർത്ഥനാലയമാക്കി തീർക്കണം. உன்னுடைய வீடு ஜெயத்தின் வீடாக மாற்ற வேண்டும். നിന്റെ വീട് ജയത്തിന്റെ വീടായി നീ മാറ്റണം. உன்னுடைய வீடு சினிமா டாக்கீஸ் ஆக்கக்கூடாது. നിന്റെ വീട് സിനിമാ തിയേറ്ററായി அநேக മാറ്റണം. சினிமா படங்களை பார்த்து வருகிறார்கள். നീ അനേക സിനിമകൾ കണ്ടുവരികയാണ്. சினிமா படங்களை பார்க்காதீர்கள். ചലച്ചിത്രങ്ങളെ കാണരുത്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இதற்காக இயேசு கிறிஸ்து சிலுவையில் மரித்தார். ഇതിനായി യേശു ക്രൂശിൽ മരിച്ചു. இனி அடுத்த நோக்கம், അടുത്ത நீ ഉദ്ദേശം, അവരോട് കൂടെ വാഴ வேண்டும். നീ അവനോടുകൂടെ ഭരണം எல்லாவற்றையும் ചെയ്യണം. நீ ஆளுகை செய்ய வேண்டும். അല്ലെങ്കിൽ നീ അവനോടുകൂടെ വാഴേണം. அப்படி நீ ஆளுகை செய்ய வேண்டுமானால் അങ്ങനെ നീ വാഴേണമെങ്കിൽ இப்பொழுதே நீ வாழுகை செய்ய வேண்டும். നീ ഇപ്പോൾ തന്നെ ഭരണം ചെയ്യണം. இப்போது உன் சரீரத்தில் ஒரு ஆளுகை இருந்தா மட்டும்தான் நீ 1000 வருஷ ஆட்சியிலும் அவரோடு கூட നിത്യതയിലും അവരോട് കൂടെ ആളുക ചെയ്യ മുടിയും. ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ നിനക്കൊരു വാഴ്ചയുണ്ടെങ്കിൽ മാത്രമേ സഹസ്രാബ്ദ വാഴ്ചയിലും നിത്യതയിലും അവനോടുകൂടെ നിനക്ക് വാഴുവാൻ സാധിക്കൂ. ശരീരത്തിൽ ഒരു ജയം തേവ. അതുകൊണ്ടത്രേ നമ്മുടെ ശരീരത്തിൽ ഒരു ജയം വേണ്ടിയിരിക്കുന്നു. ഞാൻ ജയിച്ചു, നിങ്ങളും ജയിക്കലാം. നിങ്ങൾക്കും ജയിക്കാം. ഞാൻ പരിശുദ്ധമായി ജീവിച്ച്, ഞാൻ വിശുദ്ധനായി ജീവിച്ചു, നിങ്ങളും ജീവിക്കലാം. നിങ്ങൾക്കും ജീവിക്കുവാൻ കഴിയും. அப்படிப்பட்ட ഒരു ജീവിതമുണ്ട്. അങ്ങനെയുള്ള ഒരു ജീവിതം ഉണ്ട്. முதலாம் തെസ്സലോനിക്കർ 3-ാം അധികാരം 7-ാം വചനം 4-ാം അധികാരം 7-ാം വചനത്തെ പഠിക്കുമ്പോൾ, അതുകൊണ്ടത്രേ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, പരിശുദ്ധத்துக்காக ഉന്നെ അழைത്ത്, നിന്നെ ശുദ്ധീകരണത്തിനായി വിളിച്ചു. പരിശുദ്ധத்துக்காக ദേവൻ അழைத்தார். വിശുദ്ധിക്കായി ദൈവം നിന്നെ വിളിച്ചു. പരിശുദ്ധവും ജയവും നമ്മിൽ ആളുക ചെയ്യ வேண்டும். വിശുദ്ധിയും ജയവും നമ്മിൽ ഭരണം ചെയ്യണം. ആളുക ചെയ്യ വേണ്ടുമാനാ, അങ്ങനെ വാഴണമെങ്കിൽ നീതിയും കിരുബയും നീ പെറ്റുകൊള്ള വേണ്ടിയത് അഭിഷേകം. കൃപയും നീതിയും നീ പ്രാപിക്കണം. അതുതാൻ റോമർ 5-ാം അധികാരം 21-ാം വചനത്തിൽ പഠിക്കുന്ന സത്യം. അതുകൊണ്ടാണ് റോമാലേഖനം 5:21 വായിക്കുന്നത്. അതിനാൽ താൻ യേശു ക്രിസ്തു சொன்னார். അതുകൊണ്ടത്ര യേശു പ്രകാരം ചെയ്തു. നീതിമാൻകൾ പിതാവിൻ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിപ്പാർ. അന്ന് നീതിമാന്മാർ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കാതുള്ളവൻ കേൾക്കക്കടവൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. കാതില്ലാமல் எப்படி കേൾക്ക முடியும்? ചെവിയില്ലാതെ എങ്ങനെ കേൾക്കാം? அப்ப காது என்று சொன்னால் அர்த்தம் என்ன? അങ്ങനെ എന്നാൽ ചെവി എന്നാൽ അർത്ഥം എന്ത്? ഹൃദയ പിന്മാറ്റമില്ലാത്തവൻ കേൾക്കക്കടവൻ. ഹൃദയ പിന്മാറ്റമില്ലാത്തവൻ ശ്രദ്ധിക്കട്ടെ. ഹൃദയ പിന്മാറ്റം ഉനക്കുൾ കാണപ്പെട്ടാൽ, നിന്റെ ഉള്ളിൽ ഹൃദയ പിന്മാറ്റം കാണപ്പെടുന്നെങ്കിൽ കേൾക്ക മുടിയാതെ, നിനക്കത് കീഴ്പ്പെടിந்து ജീവിക്കവും മുടിയാതെ, നിനക്കത് കേൾക്കുവാനോ അനുസരിച്ച് ജീവിക്കുവാനോ സാധ്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, வருடம் நாங்கள் கேட்டிருக்கிறோம். എത്ര വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്നു. இந்த வருடവും കൂടെ കേൾക്കலாമേ? ഈ വർഷവും കേൾക്കാം. ദേവസിദ്ധமான അടുത്ത வருடവും കേൾപ്പോ? ദൈവഷ്ടമെങ്കിൽ അടുത്ത കൊല്ലവും കേൾക്കാം. അതെന്നാ പേച്ച്? അതെന്ത് സംസാരം? அதுதான் ഹൃദയ പിന്മാറ്റം. അതത്രേ ഹൃദയ പിന്മാറ്റം. അതാണ് ആണ്ടവർ சொன்னார். അതാണ് യേശു പറഞ്ഞത്. കാതുള്ളവൻ കേൾക്കക്കടവൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹൃദയ പിന്മാറ്റം ഇരുന്നാൽ ഉനക്ക് കാതില്ല എന്റെ അർത്ഥം. നിനക്ക് ഹൃദയ പിന്മാറ്റമാണുള്ളതെങ്കിൽ നിനക്ക് ചെവിയില്ല. അതിനാൽ ഹൃദയ പിന്മാറ്റത്തെ കുറിച്ച്, അതുകൊണ്ടത്രേ ഹൃദയ പിന്മാറ്റത്തെ കുറിച്ച് തെളിവാன പല വിളക്കങ്ങളെ சொன்னார். യേശു വ്യക്തമായി അതിനെക്കുറിച്ച് സംസാരിച്ചത്. ഒരേ ഒരു വിളക്കത്തെ சொல்லுவேன். അതിന് ഒരു തെളിവ് പറയാം. മത്തേയു 13-ാം അധികാരം 8-ാം അധികാരം 13-14 വചനങ്ങളെ പഠിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചാൽ, കാതിരുந்துം കേളാമലും കണ്ണിരുந்துം കാണാമലും കേട്ട് ഉണർന്ന് ഗുണപ്പെടാമലും ഇരിക്കുമ്പടിയാക അവരുടെ ഹൃദയം കൊഴുത്തിരിക്കുന്നത്. അവർ കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവിയുണ്ടായിട്ടും കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനംതിരികയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയം തടിച്ച് മന്ദമായിരിക്കുന്നു. അവരുടെ ഹൃദയം കൊഴുത്തിരിക്കുന്നത്. അവരുടെ ഹൃദയം മന്ദമായി തടിച്ചിരിക്കുന്നു. കൊഴുപ്പ്
കൊഴുപ്പ് என்பது தான் இருதய പിന്മാറ്റം. ആ തടിപ്പ് അഥവാ കൊഴുപ്പത്രേ ഹൃദയ പിന്മാറ്റം. ചില പിള്ളകളെ പാർത്ത് ചില കുട്ടികളെ നോക്കുമ്പോൾ തമ്പി ഇങ്ങ വാ എന്ന് சொன்னா അനുജ ഇങ്ങോട്ട് വാ എന്ന് അവൻ പറഞ്ഞാൽ അങ്ങ് ഓടുവാൻ. അവൻ അങ്ങോട്ട് പോകും. അപ്പൊ നാം എന്നെ சொல்லும், അപ്പോൾ നമ്മൾ എന്ത് പറയും? പാര് ഇവനുടെ കൊഴുപ്പ് പാര്. അവന്റെ ആ കൊഴുപ്പ് ആളെ അഹങ്കാരം பார்த்த നോക്കുക. കറുവാട് മാതിരി ഇരുപ്പാൻ. ആളെ നോക്കിയാൽ ഒരു ഉണക്കമീൻ പോലെ ഇരിക്കും. ദേവനുക്ക് മഹിമേ.